ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നു മക്കളെ. എവിടെയാ? നമ്മുടെ കൊച്ചിയിൽ. എന്താ സംഭവം അറിഞ്ഞോ? ലാലേട്ടൻ വരുവാണ്. അതെ, ഓഗസ്റ്റ് 1-ാം തീയതിയാണോ ഗ്രാൻഡ് ലോഞ്ച്? എന്തിന്റെ? അഗ്നിപരീക്ഷയുടെ. എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നറിഞ്ഞോ? ഇത്തവണ ബിഗ് ബോസിനെക്കാളും ബിഗ് ബോസ് അഗ്നിപരീക്ഷയാണ് ആദ്യം വരുന്നത്, നമുക്കറിയാം. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന അഗ്നിപരീക്ഷയിൽ എന്തുവാ, ആരൊക്കെയാ സെലക്ട് ആവുന്നത്, അതിന്റെ ഓഡീഷനൊക്കെ ഏതുവരെയായി, അത് നമ്മുടെ മെയിൻ ഓഡീഷൻ ഒരു വഴിക്ക്, ഈ അഗ്നിപരീക്ഷയുടെ കോമണേഴ്സ് ഓഡീഷൻ ഒരു വഴിക്ക്, എന്തൊക്കെയാണ് അപ്ഡേറ്റുകളെന്ന് കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഷൂട്ടിങ്ങിന്റെയും സെറ്റിന്റെയും ഒക്കെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ ഇത്തവണ ബിഗ് ബോസ് അഗ്നിപരീക്ഷയാണ് ആദ്യം വരുന്നത്. ആദ്യം കേട്ടോണ്ടിരുന്ന ഒരു സാധനം നമ്മുടെ കുക്ക് വിത്ത് കോമഡിയുടെ സെറ്റില്ലേ, അതായത് നമ്മുടെ ചെന്നൈയിലെ സെറ്റ്, ആ ഒരു കോമഡി കുക്സിന്റെ സെറ്റിലായിരിക്കും ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്നാണ് ആദ്യം കേട്ടോണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അറിയുന്ന നമ്മുടെ കൊച്ചിയിലെ കളമശ്ശേരിയിലെ പാതാളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതിന് സെറ്റ് ഇടുന്നതെന്നാണ് അറിയാനായിട്ട് പറ്റുന്നത്. വളരെ നല്ല കാര്യം. എന്താന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തില് ബിഗ് ബോസിൻ്റെതായിട്ടെന്ന് പറയാൻ എന്തെങ്കിലും ഒന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആദ്യമായിട്ട്. സോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തിനകത്തൊക്കെ ഷൂട്ട് തുടങ്ങുമായിരിക്കാം. സെറ്റിട്ട് ഷൂട്ട് തുടങ്ങി, സെറ്റ് പൊളിച്ച് അടുത്ത് നമ്മുടെ എല്ലാവരും ചെന്നൈയിലേക്ക് വണ്ടി കയറി ബിഗ് ബോസ്. അതാണല്ലോ പരിപാടി. അപ്പോൾ വളരെ നല്ലൊരു തീരുമാനമാണ്. ഏതാണ്ടൊക്കെയോ മൂവികളിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണെന്ന് കേൾക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലം നടയിൽ, പിന്നെ അതുപോലെ നമ്മുടെ ടർബോ മൂവി, ഇതിലൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണെന്ന് കേൾക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇതില്ല. കൊച്ചിയിലാണ്, ആ പാതാളം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണെന്ന് അറിയാവൂ. ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ തന്നെ. അപ്പോൾ ഇനി നമുക്ക് അഗ്നിപരീക്ഷയൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കും, ഒരു സ്റ്റേജ് പോലത്തെ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. എന്തോ ആവട്ടെ, ഒരു 10 ദിവസത്തിനകത്ത് ഷൂട്ട് തുടങ്ങുമായിരിക്കാം. അപ്പോൾ ഏതാണ്ട് എല്ലാം ഫൈനലായോ നമ്മുടെ കോമണേഴ്സ് ഒക്കെ? കാരണം നമുക്ക് കുറേ കമൻറ്റുകളൊക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട്, കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നാളെ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട്, മറ്റന്നാൾ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് വരാറുണ്ട്. എന്തോ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് നടക്കുന്ന അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടസ്റ്റൻസ് ഒന്നും ഫൈനൽ ആയിട്ടില്ല ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ, അത് ഉറപ്പാണ്. കാരണം ഓഡീഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നാളെ മറ്റന്നാളൊക്കെ എന്താ പറയുക, ഓഡീഷൻസ് പോകുന്നവർ കമന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം, ഫേക്ക് ID കമന്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ ആരാണെന്ന്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളും അറിയുന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പറയുന്ന കാര്യം കറക്റ്റാ. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ പോകുന്നുണ്ട്, കൊച്ചിയിലെ ഇത്ര മണിക്ക് അതൊക്കെ പറഞ്ഞിട്ടൊക്കെ കമന്റ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സംഭവം ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒറിജിനൽ ID കൂടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൊക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഫേക്ക് ID നിന്ന് പലരും കമന്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടസ്റ്റൻസിന്റെ സെലക്ഷൻ ഫൈനൽ ആയിട്ടില്ല ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്ക്. അത് ഏതാണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ പരമാവധി ആകും. 10 ദിവസത്തിനുള്ളിൽ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും ഷൂട്ടൊന്നും കാണത്തില്ല, ഒരാഴ്ച 2 ദിവസം അങ്ങനെ ഷൂട്ട് കാണത്തുള്ളൂ. ഇനി എന്ന് ടെലികാസ്റ്റിംഗ് തുടങ്ങൂടെ? അറിയാൻ പറ്റുന്നത് നമ്മുടെ ലാലേട്ടനൊക്കെ എത്തിയിട്ടുണ്ട്, പ്രൊമോ ഒക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഉറപ്പ് പറയാനില്ല, അതാണ് ഞാൻ പറഞ്ഞത് ലാലേട്ടൻ വന്നു എന്ന് അറിയുന്നു എന്നുള്ളത്. ലാലേട്ടൻ്റെ കേസ് ചിലപ്പോൾ പ്രൊമോ ഒക്കെ ഇനി വരുമായിരിക്കാം. ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഒരു പ്രൊമോ ഞാൻ പറയുന്നത് ലാലേട്ടൻ തന്നെ പുറത്ത് വിടുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചുകൂടി ഹൈപ്പ് കിട്ടും അല്ലേ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഒരു പ്രൊമോ. ഫസ്റ്റ് ലാലേട്ടൻ വന്ന് ലോഗോയും അഗ്നിപരീക്ഷയൊക്കെ റിവീൽ ചെയ്തപ്പോഴേ ഒരു ഹൈപ്പ് കിട്ടിയ ദൃശ്യത്തിൻ്റെ അന്ന്. അപ്പം അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെ വന്ന് ഒന്നും കൂടി അഗ്നിപരീക്ഷ തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ 10 ദിവസത്തിനകത്ത് ഏതാണ്ട് സെറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആകുമെന്തോ. എന്നാണ് സെറ്റ് വർക്ക് തുടങ്ങിയെന്ന് അറിഞ്ഞുകൂടാ, കുറച്ച് ദിവസം ആയോ എന്തോ. അതോ ഇനി ഇന്നാണോ തുടങ്ങുന്നത്, നാളെയാണോ തുടങ്ങുന്നത്, ഒന്നും അറിയില്ല. ഏതാണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഓഗസ്റ്റിൽ ഷോയാണ്, പിന്നെ എപ്പോൾ ഷൂട്ട്, ഇത് ലൈവ് അല്ലല്ലോ. ഇതിപ്പോൾ ഇന്ന് നടക്കുന്ന സാധനം ഇന്നല്ലല്ലോ ടെലികാസ്റ്റ് വരുന്നത്. നമ്മുടെ ബിഗ് ബോസ് പോലെ അല്ലല്ലോ, ബാക്കിയുള്ള നമ്മുടെ സ്റ്റാർ സിംഗർ പോലെ അല്ലെങ്കിൽ കോമഡി കുക്സ് പോലെ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം പതിയെ പതിയെ വരുന്നതാണ്. കാരണം ഇതിന് വോട്ടിംഗ് സിസ്റ്റം തെലുഗുവിലുണ്ടായിരുന്നു. മലയാളത്തിൽ ഇനി വോട്ടിംഗ് സിസ്റ്റം ആണോ അതോ ജഡ്ജിങ് പാനലാണോ തീരുമാനിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഫൈനൽ കണ്ടസ്റ്റന്റ് സെലക്ഷൻ 2 എങ്ങോട്ടേക്ക്? ബിഗ് ബോസിലോട്ട്. ചിലപ്പോൾ അവസാനം 2-3 എപ്പിസോഡ് മാറ്റി വയ്ക്കുമായിരിക്കും. പോട്ടെ, വാട്ട പറഞ്ഞു, എന്തോ ആവട്ടെ. അങ്ങനെ പറഞ്ഞു വന്ന വിഷയം, അങ്ങനെയാണെങ്കിൽ എന്ന് നമ്മുടെ അഗ്നിപരീക്ഷ തുടങ്ങും. അഗ്നിപരീക്ഷ TV യിലാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം
ഓൾറെഡി പ്രൊമോസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ടി വിയിലാണെങ്കിൽ സാറ്റർഡേ സൺഡേ തന്നെ ആയിരിക്കാം വരാൻ സാധ്യത. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 10 എപ്പിസോഡെങ്കിലും കാണത്തില്ലേ? 10 എപ്പിസോഡെങ്കിലും കുറഞ്ഞത് കാണുമെങ്കിൽ എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മുടെ ഏതാണ്ട് ഒരു ഊഹ കണക്ക് വെച്ച് സെപ്റ്റംബർ 6-ാം തീയതി നമ്മുടെ ബിഗ് ബോസ് മെയിൻ സീസൺ 8 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സെപ്റ്റംബർ 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ നമ്മുടെ ഒരു ഓഗസ്റ്റ് 1-ാം തീയതി സാറ്റർഡേ ആണ്. ഓഗസ്റ്റ് 1-ഉം 2-ഉം ശനിയും ഞായറും, അടുത്ത് 8-ഉം 9-ഉം 15-ഉം 16-ഉം 22-ഉം 23-ഉം 29-ഉം 30-ഉം 10 എപ്പിസോഡ് സുഖമായിട്ടായി. 10 എപ്പിസോഡായി. ഇനി ചിലപ്പോൾ ഇനിയിപ്പോൾ ജൂലൈ ലാസ്റ്റ് വീക്ക് വേണമെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ജൂലൈ ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ഇപ്പോൾ 13 ഇതിനിടയ്ക്ക് ടപ്പന കാര്യങ്ങളെല്ലാം നടക്കണം. എന്നാലേ ജൂലൈ ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതായത് ജൂലൈ 25, 26 അങ്ങനെയാണെങ്കിൽ 10-12 എപ്പിസോഡ് കിട്ടും. ഇത് വീക്കെൻഡ് ഷോ ആണെങ്കിൽ. തെലുഗുവിൽ വീക്കെൻഡ് ആയിരുന്നു, ടി വിയിൽ എന്തായാലും വരും വീക്കെൻഡ് ആയിരിക്കും. പിന്നെ ടി വിയിൽ ഓൾറെഡി അതിന്റെ പ്രൊമോസ് ഒക്കെ വരുന്നുണ്ട്. ഇത്തവണ ഓണത്തിനാണ് ബി അഗ്നിപരീക്ഷ എന്ന് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓണം ഇത്തവണ എപ്പോഴാണ്? നമ്മുടെ ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ ഓഗസ്റ്റ് 26-ാം തീയതി വരെയാണ് ഓണം വരുന്നത്. ഇതിനകത്ത് നിൽക്കണം. ഇതിനകത്ത് ഈ സാധനം നിന്ന് തീർന്നിരിക്കും. മനസ്സിലായോ? ഓഗസ്റ്റ് 26 ആ ഒരു വീക്ക് കഴിഞ്ഞ് സെപ്റ്റംബർ 1 കയറാൻ ഓഗസ്റ്റ് 29, 30 ആണെന്ന് തോന്നുന്നത്. ഓഗസ്റ്റ് 29, 30 സാറ്റർഡേ സൺഡേ ആണ്. അപ്പോഴായിരിക്കും ഇതിന്റെ ഫൈനലിനെ അനൗൺസ് ചെയ്യുന്നത്. ചിലപ്പോൾ അനൗൺസ് ചെയ്യത്തുമില്ല, നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഫിനാലെ അവിടെ വെച്ച് നിർത്തും. ആരാണ് മെയിൻ ഹൗസിലേക്ക് എൻട്രി ചെയ്യുന്നത് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് പിന്നീടായിരിക്കും എന്ത് ചെയ്യുന്നത്? അടുത്ത ആഴ്ച ഗ്രാൻഡ് ലോഞ്ചിലായിരിക്കും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. ചിലപ്പോൾ അറിയാൻ പറ്റൂല മക്കളെ. നമുക്ക് വോട്ടിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലും ജഡ്ജിങ് പാനൽ സെലക്ട് ചെയ്താലും ആരെയാണ് ഫൈനലി സെലക്ട് ചെയ്തതെന്നുള്ളത് അങ്ങനെ ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. നമുക്ക് ഗ്രാൻഡ് ലോഞ്ചിൽ അനൗൺസ് ചെയ്യാം എന്ന് പറഞ്ഞൊരു സംഭവം. അതാണ് കിടുക്ക്. ഞാൻ പറയുന്നത് അതാണ് സെറ്റ്. നമ്മൾ വെയിറ്റ് ചെയ്ത് അയ്യോ ആരാ ഒരു 5-6 പേര് കാണുമല്ലോ, അവസാനം ആരാ സെലക്ട് ആയത്. ഇതിനകത്ത് എലിമിനേഷൻ പരിപാടീസ് ഒക്കെ വരും. നല്ല രസമാണ് കണ്ടോണ്ടൊക്കെ ഇരിക്കാൻ. അപ്പൊ ഇതാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. കേരളത്തിലാണ് സെറ്റ്, കൊച്ചിയിലാണ് സെറ്റ്, കളമശ്ശേരിയിലെ പാതാളത്തിലാണെന്ന് അറിയുന്നു. പുതിയ സെറ്റ് ആയിരിക്കും. ഇതിനൊക്കെ സെറ്റിന് സ്ഥലമൊക്കെ ഉണ്ടോന്ന് എനിക്ക് ഇങ്ങനെ കേട്ടു. അതുകൊണ്ട് നിങ്ങളോട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നോക്കാം. അടിപൊളി ആവട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബി അഗ്നിപരീക്ഷയിലത്തേക്ക് പങ്കെടുക്കാൻ പോകുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടിയിട്ടുള്ള എൻ്റെ സ്പെഷ്യൽ ടിപ്പുകൾ അടങ്ങിയ വീഡിയോസ് ഇന്ന് രാത്രി നമ്മുടെ മെമ്പർഷിപ്പിൽ വരും. മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. നമ്മുടെ ചാനലിൻ്റെ മെയിൻ പേജിൽ ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് 119 രൂപ മുതലാണ് അതിൽ സ്റ്റാർട്ടിങ്. അതെടുത്തവർക്ക് മാത്രമേ ആ വീഡിയോ അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. വേറെ ആരത്തപ്പി പോകണ്ടാത്. അത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.